ആ ബാങ്ക് കേൾക്കുന്നതായ മുഴുവൻ മുഅ്മിനീങ്ങളും പള്ളിയുടെ അയൽവാസികളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. ഈ ബാങ്ക് കേൾക്കുന്ന മുസ്ലിമേ, നിനക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. ഒക്കെ പഠിക്കണ ഉമ്മത്ത്. നമ്മളെ കാക്കുമാറവിടെ ബാങ്ക് കേട്ടാൽ പിന്നെ ആ ബാങ്ക് കേട്ടത് ആ പള്ളിയിൽ പോയി ജമാഅത്തിന് പങ്കുകൊള്ളണം. അത് മുസ്ലിമിന്റെ കടമയാണ്. അല്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ നരകമാണ്, ഉറപ്പാണ്. നിസ്കാരത്തെയൊക്കെ പിന്തിച്ചാൽ തന്നെ നരകം കിട്ടും. എന്താ പറഞ്ഞത്? നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിച്ചാൽ തന്നെ നരകം. കാരണം നിസ്കാരം എന്ന് പറയുന്നത് എപ്പോഴാണ്? സമയബന്ധിതമാണ് നിസ്കാരം. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒന്ന് നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. സുബഹിയുടെ നിസ്കാരം പല ആളുകൾ കൊണ്ടുവന്ന് ളുഹറും അസറും മഗ്‌രിബ് ഇശാവും ഒക്കെ കഴിഞ്ഞിട്ട് ഇശായിന് പള്ളിയുടെ ഒരു കൊലായിൽ വന്നിട്ട് സുബഹി മുതലേക്ക് നിസ്കരിക്കുന്നവരുണ്ട്. ഇല്ല, നിസ്കാരം കൊണ്ട് ഒരു ഗുണവും ഇല്ല. സ്ഥിരമായി അങ്ങനെ ചെയ്താൽ ആ നിസ്കാരം പൂയില്ല. പഠിച്ചു വെച്ചോ. പ്രത്യേകിച്ച് കച്ചവടക്കാർ നിങ്ങളോട് വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്. എനിക്ക് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠമാണ്. നിസ്കാരത്തെ ഗൗരവത്തോടുകൂടി കാണണം. പല ആളുകൾ കച്ചവടക്കാർ അസറിലേക്ക് വെച്ച് ബന്ധിക്കും, അല്ലെങ്കിൽ അസർ കൊണ്ടുവന്ന് മഗ്‌രിബിലേക്ക് ബന്ധിക്കും, മഗ്‌രിബ് കൊണ്ടുവന്ന് ഇശായിലേക്ക് ബന്ധിക്കും, ഇശാ എല്ലാം കടയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് പള്ളിയിൽ തന്നെ നിസ്കരിക്കും. പള്ളിയുടെ ഒരു കൊലായിൽ ഫാനുമൊക്കെ ഇട്ടിട്ട് കാര്യമായിട്ട് ഒതുകൊടുത്ത് പള്ളിയുടെ ഒരു പരിസരത്ത് വന്നിട്ട് ഇതെല്ലാം കൂടി ഒത്തിയടിക്ക് ജം ചെയ്ത് ഒരുമിച്ച് അടിച്ച് നിസ്കരിച്ചിട്ട് വീട്ടിൽ പോകുന്ന പണി ഇസ്ലാം ഇട്ടതല്ല, മോമിന് കയറുന്നതല്ല. എന്താ അങ്ങനെ? ആയത്തോതി പറയാൻ വെറുതെ പറയുന്നില്ല. വേറെ എന്റെ വായിന്നൊന്നുമില്ല, വായന പാടുന്ന പരിപാടിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഈ ദുനിയാവിലെ നമസ്കാരങ്ങളെ പഴാക്കുന്ന ആളുകൾ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കളിച്ച് റീൽസുകൾ കളിച്ചുകൊണ്ട് സമയങ്ങളെ ഹറാമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നവരില്ലേ? കണ്ണുകൾ കൊണ്ട് ഹറാം കാണുന്നവരില്ലേ? കാതുകൾ കൊണ്ട് ഹറാം കേൾക്കുന്നവരില്ലേ? കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിക്കുന്നവരില്ലേ? കാലുകൾ ഹറാമായ തലത്തിലേക്ക് നടക്കുന്ന യുവാക്കളില്ലേ, യുവതികളില്ലേ? അവരെ നമസ്കാരത്തെ പിടിക്കുന്ന ആളുകളാണ്. അല്ലാഹു അക്രമാശയമായി ബന്ധപ്പെട്ട് നമസ്കാരങ്ങൾ അതിന് സമയത്തെ തൊട്ട് പിന്തിച്ചു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ ഇഷ്ടമുള്ളതാകുന്ന കാര്യങ്ങൾ ചെയ്യാ തുനിയുന്നതായ ആളുകളില്ലേ? മോശപ്പെട്ട തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരില്ലേ? 24 മണിക്കൂറും നമസ്കാരത്തെ പഴാക്കുകയും ആ നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരെവിടെ എത്തുമെന്നറിയുമോ? നരകത്തിന്റെ ഒരു ചെരിവ് സമ്മാനിക്കുന്ന നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ ഒരു ചെരിവ്, വാദിൻ ഫീ ജഹന്നം. അങ്ങനെയാണ് ഇമാമിങ്ങൾ മുഫസ്സിരീങ്ങൾ ഇതിനർത്ഥം പറഞ്ഞത്. വയ്യ് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഒരു ചെരിവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹുയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരണം പറയുകയാണ്. നമസ്കാരത്തെ പാഴാക്കുന്നു. അല്ലാഹുഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയുമോ? അത് നമസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു എന്നല്ല, മറിച്ച് അന്ന സമയത്തെ തൊട്ട് പിന്തിക്കലാണ്. നമസ്കാരത്തിന്റെ അവ്വലത്തെ തൊട്ട് പിന്തിക്കലാണ്. നിസ്കാരത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവർക്ക് നരകത്തിന്റെ ഒരു ചെരിവ് നല്ല. പിന്നെ നിസ്കാരത്തിന്റെ ആദ്യ സമയത്തെ തൊട്ട് പിന്തിക്കുക. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കണം. അതാണ് വിശുദ്ധ ഇസ്ലാം. ളുഹർ മിക്ക സഹോദരിമാരും വിശ്വസിക്കും. നമ്മുടെ സഹോദരിമാരുടെ ഭാര്യമാര് ളുഹർ നിസ്കരിക്കുന്ന കാസർ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ്. അതിന് മുമ്പ് സമയം കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കി യൂട്യൂബിൽ കണ്ട് റാഹത്തായിട്ട് അങ്ങനെ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അടുത്തത് കിടക്കാൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വക്കത്ത് ഇങ്ങനെ പിന്നെയാണ് അസറിലേക്ക് ബന്ധിക്കുന്നു, അസർ മഗ്‌രിബിലേക്ക് ബന്ധിക്കുന്നു, മഗ്‌രിബ് ഇശായിലേക്ക് ബന്ധിക്കുന്നു. ഒന്നും കറക്റ്റ് അല്ല. തിരിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? കറക്റ്റ് ആയി ഒരു കുഴപ്പമില്ല. കളി പറഞ്ഞു, സ്വറ പറഞ്ഞ്, അടിപൊളിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് കച്ചവടമൊക്കെ നമ്മൾ മടി ആൻസർ. ഇത് മുനാഫിക്കിന്റെ അടയാളം. അല്ലാഹു നമ്മളാക്കട്ടെ. വിശ്വാസത്തിൽ കാബിക്കുന്നതിന്റെ അടയാളമാണ്. 5 വക്കത്ത് അവ്വൽ നിങ്ങൾ നിസ്കരിച്ചു നോക്കിയേ, ജീവിതത്തിൽ എല്ലാ പ്രയാസവും നീങ്ങും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ പ്രയാസവും നീങ്ങും. നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് റിസ്ക് വേണോ? റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല വീട്, നല്ല
നിങ്ങൾക്ക് വേണോ? നിങ്ങളുടെ ജീവിത നിലവാരം വേണോ? സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് വേണോ? നിന്റെ നിസ്കാരം നീയും നിസ്കരിക്കുക. ഒന്നാമതായി പെടുക ഭാര്യയാണ്. ഇത് പല ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ മടിയാണ്. കാരണം അവള് തിരിച്ചു പറയും, നിങ്ങൾ ആദ്യം ഏറ്റവും വലിയ പേടി. നമ്മൾ തിരിച്ച ഓക്കെയാണ്, ഭാര്യ ഇങ്ങോട്ട് പറയും നിങ്ങൾ തിരിച്ചു ചോദിക്കും. അങ്ങനത്തെ സൈസിനെയാണ് അള്ളാഹ് തെളിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് പറ്റുമില്ല. മുമ്പ് കാലങ്ങളിൽ അങ്ങനെയല്ല. ഭർത്താവ് പറയും, ഭാര്യ ഭർത്താവിനോട് ഉപദേശിക്കും, മാതാപിതാക്കളോട് പറയും. ഇങ്ങനെ ഒട്ടും ഉപദേശ നിർദ്ദേശങ്ങളായിട്ട് തീ പോയിരുന്നു. നിസ്കാരന്റെ കാര്യത്തിൽ മാതാപിതാക്കളോട് കൂടി കണ്ടിരുന്നു. ഒരു അങ്ങനെയാണ്. പാപ്പനോട് ചോദിക്കുന്നുണ്ട്, രാത്രി എന്നിട്ട് ഭക്ഷണം കേട്ടോ ഇന്ന് പറയില്ല. ഇപ്പം എന്താ പറയുന്നത്? ആകെ ചിലപ്പോൾ പറയാം, മോനെ വല്ല കഴിച്ചോടാ, ഉമ്മകളിലേക്ക് കയറിയിട്ട് എന്നിട്ട് കിടക്കാൻ കഴിയട്ട് എന്ന് ഉമ്മ പറയാം. കാരണം ഉമ്മ ആ ജോലി അങ്ങ് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഫുഡങ്ങ് ജോലി കഴിഞ്ഞു, അതുകൊണ്ട് ഫുഡ് മാറുമെന്ന് ചോദിക്കും. അപ്പം പറയും, ഓ ഇത് വേണ്ട, ഇപ്പം നമ്മൾ നല്ല റായത്തായിട്ട് മട്ടൻ അടിച്ചിട്ട് പോയാൽ ഉമ്മയുടെ സാധനമൊന്നും വേണ്ട. ഓ അപ്പോൾ ഉമ്മക്ക് റായത്തായി, ഉമ്മ കൂട്ടി കയറി. നിസ്കാരത്തിന്റെ കാര്യമൊന്നും ആരും ചോദിക്കുന്നില്ല. എത്ര വൈകി വന്നാലും ചോദിക്കൂല. ഞാൻ പറഞ്ഞത് നന്മ ഇല്ലാത്ത കാലം, തിന്മ കൊണ്ടുള്ള തടയലില്ലാത്ത കാലഘട്ടം. ഇതിനെ ആശങ്കപ്പെട്ട കാലഘട്ടം. തുടക്കത്തിൽ പറഞ്ഞ വിഷയം അതാണ്. 400 വർഷം മുമ്പ് നബിതങ്ങൾ പറഞ്ഞ ഖുർആനാണ്. നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അതിനുമേൽ അവലംബിച്ച് നിലകൊള്ളുകയും ഒരുപാട് പ്രയാസമുണ്ടാകും. ആ പ്രയാസങ്ങളെ സഹിച്ച് നമുക്ക് ചിട്ടവെച്ചാൽ നിങ്ങൾക്ക് നാം റിസ്ഖ് നൽകും. അല്ലാഹു എന്ന് പറഞ്ഞാൽ നല്ല വീട്, നല്ല വാഹനം, നല്ല ഭക്ഷണം ഒക്കെ അല്ലാഹു അടുപ്പിച്ചു തരും. 5 നേരം നിസ്കരിച്ചാൽ മതി, അല്ലാഹു തരട്ടെ. അപ്പൊ നിസ്കരിക്കുന്നത് കിട്ടുന്ന നേട്ടം. ഇതിനു വേണ്ടിയാണല്ലോ ഈ രാവും പകലും ഓടുന്നത്. ാണ്. എന്നാൽ അടക്കി പങ്ക് വിളിക്കുമ്പോൾ നാം റിസ്ക് തരാന്ന് അല്ലാഹു പറയും. അപ്പൊ അല്ലാഹുവിന്റെ വിശ്വാസം വേണം, ഉറപ്പ് വേണം, യഖീൻ വേണം. അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇടപെടും, എങ്കിൽ രക്ഷപ്പെടും. രണ്ടാമത് ഇപ്പോഴുള്ളതാകുന്ന ഈ മുൻകറാത്തുകൾ, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ ചെയ്യുന്നതായ പ്രവണതകൾ, ചെറുപ്പക്കാർ ഈ സിനിമ കാണൽ, ഈ സീരിയലുകൾ, നെട്ടോട്ടം, ഇതൊക്കെ നിൽക്കും നിസ്കാര ചിട്ടയാക്കി. ചില ആളുകൾ പറയല്ലോ, ഉസ്താദ് ഒന്നും നിർത്തുന്നില്ല, ഈ സിഗരറ്റ് വലി അങ്ങ് വല്ലാതെ കൂടിപ്പോയിരിക്കാൻ, ഇതൊക്കെ നിർത്തണമെങ്കിൽ ഇതൊക്കെ നിർത്തിത്തരാം. 5 നേരം ബാങ്ക് വിളിക്കുമ്പോ അവ്വല് വക്കത്തിൽ പള്ളി അല്ലാഹു ഇരിക്കണം. അവിടുന്ന് വലിച്ചിറങ്ങി പോകുന്നു, അവ്വൽ വക്കത്തിൽ നിസ്കരിച്ചാൽ മതി. ഖുർആൻ നിസ്കാരം കൊണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. നിൽക്കും അവന്റെ കണ്ണും ശരീരത്തിന് സർവ്വലേക്ക് തയ്യാറാണ് വിശുദ്ധമായ ഖുർആൻ. ചെയ്യാൻ തയ്യാറായാൽ റബ്ബ് നമ്മളെ നന്നിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ആദ്യം തുടങ്ങുന്നത് ഫർദ് കഴിഞ്ഞ പിന്നെ സുന്നത്തുകളാണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഇന്നത്തെ തലമുറയും ഒഴിവാക്കുകയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കും, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കും. ഇന്ന് ചെറുപ്പക്കാരെ ആളുകൾ ഫർദ് നിസ്കരിക്കും, അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഗമിക്കാറില്ല. ഇതൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചാലേ അള്ളാഹു വളരെ കറക്റ്റായി വരുള്ളൂ. അല്ലാഹു തരട്ടെ. റമദാനിൽ ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർദ് വിശുദ്ധമായ വിത്രമാരെടുക്കണം. ായിട്ട് ചുരുക്കി ആ റമദാനിൽ ഇന്നത് ഇല്ലാതെ എടുക്കുന്നില്ല. അതുപോലെ ഒരുപാട് തലമുറയിൽ പരമാറി. യഥാർത്ഥത്തിൽ 3 റക്അത്ത് നിസ്കരിച്ചാൽ പൂർണ്ണമാണെങ്കിൽ 11 റക്അത്ത് വേണം. ഈ 3 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് വലിയ സംഭവം കൊണ്ടുവന്നവർ അതുപോലെ എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അതുകൊണ്ട് ഫർദ് നമസ്കാരം ശ്രദ്ധിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. തൗഫീഖ് തരട്ടെ. സുന്നത്ത് റവാത്തിബ് സുന്നത്ത് പറയുന്ന ഫർദ് നമസ്കാരങ്ങൾ മുമ്പും ശേഷമുള്ള സുന്നത്തുകളിൽ തന്നെ ഏറ്റവും മഹത്തമായ സുന്നത്താണേത്? സുബ്ഹിലെ ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത്. ഫാത്തിഹ സൂറത്ത് ശേഷം അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാം റക്അത്തിൽ. 2-ാം റക്അത്തിൽ ഫാത്തിഹ അലം തകൈഫ റബ്ബുക ബിയസ്ഫീൽ ഫീൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ നാസ്. ഇങ്ങനെ എന്താ അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സല്ല സുന്നത്തി സുബ്ഹിഅലം ലം യജിദുഹു ഇദാലിക ലൗമി അലമുൻ. അല്ലെങ്കിൽ അലം എന്നതായ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് നമസ്കാരം നിർവഹിച്ചോ. ഒന്നാമത്തെ ശേഷം അനശ്റഹ് സൂറത്ത് ഓതിയോ. അതിനോട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയോ. രണ്ടാമത്തെ അലം തറ കൈഫ റബ്ബുക യസ്അബിൽ ഫീ എന്നുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഖലാസ് അഥവാ അല്ലാഹു അഹദ് നമസ്കരിച്ചോ. യജിദുഹു ഇദാലിക ലൗമി അലം വരില്ല എന്ന് പ്രയാസവും ഉണ്ടാവില്ല. ഇത് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹി. സുന്നത്ത് നമസ്കാരത്തിൽ അലം നശ്റഹ്
ഇതൊക്കെ പറഞ്ഞിട്ട് സാബത്ത് മുഴുവനും ചെയ്യും, ശേഷം വന്ന തബീൻ ചെയ്യും, എല്ലാ ഇമ്മത്തും ചെയ്തു, എല്ലാ സൂര്യാക്കളും, എല്ലാ ഔലിയാക്കളും, എല്ലാ മഹാന്മാരും, എല്ലാ സജ്ജനങ്ങളും ഉമ്മമാരും ചെയ്തു വരുന്ന അമൽ ആദ്യമായിരിക്കും ഇത് അമൽ എത്രയായി പൈസ കുറഞ്ഞു 60-ന്റെയും 70-ന്റെയും എന്റെ ഉമ്മത്തിന്റെ സയ്യിദുനായി വീട്ടുകാർക്ക് വളരെ 70 വയസ്സിൽ ആലോചിച്ചോ. എന്തായാലും 70 വയസ്സിൽ താഴെയുള്ള ആളുകളെക്കാൾ കുറവായി ഉറപ്പാണ്. 70 വിട്ടുകിട്ടുന്നത് വളരെ കുറവായിരിക്കും. ലക്ഷ്യം പോകുന്നവരായിരിക്കും. ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 24 വയസ്സേ ഉള്ളൂ, കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിക്കുകയാണ്, താഴോട്ട് വീണ് മരിക്കുക, സ്ട്രോക്ക് വരികയാണ്. എന്തിനാ ഈ ജിംനേഷ്യത്തിൽ പോയത്? എന്തിനാ ഈ വർക്കൗട്ട് ചെയ്തത്? നല്ല സിക്സ് പാക്ക് ഉണ്ടാകാൻ, ഉടനെ ഒന്നും മരിക്കാതിരിക്കാൻ, കുറേ കാലം ജീവിക്കാൻ, നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ. മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. രാവിലെ പ്രഭാത സവാരി നടത്തുന്നവരുണ്ട്, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു ഉമ്മ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. എത്രയോ വാർത്ത ദൈനംദിനം നമ്മൾ കാണുന്നു. പ്രഭാത സവാരി എന്തിനാ നടത്തുന്നത്? ഈ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതിനാ. ഉറക്കമൊഴിച്ച് ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ കൂർക്കം വലിച്ച് ഇറങ്ങുന്ന സമയത്ത് 4 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നതിനാ. നല്ല ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് നല്ല സിഹത്ത് കൈവരാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, അവിടെയും മരണമുണ്ട്. ഏതു മനുഷ്യനും എപ്പോഴും, ഏത് ചെറുപ്പക്കാരനും, ഏത് വ്യക്തിക്കും 18 കോടി രൂപ വിലമുടക്കുള്ളതാകുന്ന ഇഞ്ചക്ഷൻ വില ഇന്ന് നിലവിലുണ്ട്. നമ്മളൊക്കെ അത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ പലരും വരുമ്പോൾ കുട്ടികളെ രോഗാതുരമാകുന്ന അവസ്ഥ, ഒരു ഇഞ്ചക്ഷന് 18 കോടി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നമ്മുടെയൊക്കെ മുന്നിൽ യാചിക്കുമ്പോൾ നമ്മളൊക്കെ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ചെയ്തിട്ട് 100ഉം 500ഉം ഒക്കെ അയച്ചു കൊടുത്ത ഒരുപാട് സാലിഹീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയാം. 18 കോടി രൂപ വില വരികയാണ് ഒരൊറ്റ ഇഞ്ചക്ഷന്. ആ ഇഞ്ചക്ഷൻ എടുത്തെങ്കിലേ ഈ കുട്ടിയുടെ ജീവൻ നിലനിൽക്കൂ. അവസാന ആളുകളൊക്കെ കൂടി പിരിച്ചു 18 കോടി രൂപ പിരിച്ചു, ഇഞ്ചക്ഷൻ കൊടുത്തു. പക്ഷെ ആ കുട്ടിയെ അള്ളാഹു കൊണ്ടുപോയി. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്ക്. ഇതാണ് മരണം. ഏത് മനുഷ്യനും എപ്പോഴും എവിടെ വെച്ചും ഉണ്ടാവാം, ഏത് സെക്കൻഡിലും ഉണ്ടാകാം. നമ്മളതുകൊണ്ട് അഹങ്കരിക്കേണ്ട. കുറഞ്ഞ കാലഘട്ടമേ നമ്മുടെ ആയുസുള്ളൂ. ഉള്ള ആയുസ്സിൽ നല്ല അമൽ ചെയ്ത് നിലകൊള്ളിൻ സഹോദരങ്ങളെ. ആരെയും വെറുപ്പിക്കേണ്ട ഒരു ഉദ്ദേശം വേണ്ട. നിസ്കാരങ്ങളൊക്കെ ചിട്ടവെക്കിൻ, തഹജ്ജുദ് പതിവാക്കി. നമ്മുടെ എല്ലാ വിഷമങ്ങളും പടച്ചിറപ്പിലേക്ക് പറയാൻ കിട്ടുന്ന അവസരമാണ് നിസ്കാരം. ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി നിലകൊണ്ടാൽ ഫൈന്നമാ യുനാജി റബ്ബഹു, റബ്ബിനോടാണ് അവൻ സംസാരിക്കുന്നത്. അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുമായിട്ടുള്ള രഹസ്യ ഭാഷണമാണ്. എല്ലാ സങ്കടങ്ങളും നിനക്ക് പറയാം. ഏറ്റവും കൂടുതൽ അള്ളാഹുമായിട്ട് ഒരു അടിമ അടുക്കുന്നത് എപ്പോഴാ? ഹദീസിലുണ്ട്, അഖറബുമായ യകൂനുൽ അബ്ദു ലിറബ്ബിഹി വഹുവ സാജിദുൻ, സുജൂദിൽ കിടക്കുമ്പോഴാ. നമ്മൾ ഇന്ന് വരെ ആരെങ്കിലും സുജൂദിൽ ഒരു 10 മിനിറ്റ് കടക്കാൻ തയ്യാറായിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഏറ്റവും സ്പീഡിൽ ചെയ്യുന്ന അമലേതാ? സുജൂദ്, റുകൂഅ്. വളരെ പെട്ടെന്നാണ്. അള്ളാഹുവിന് മുന്നിൽ വണങ്ങാൻ നമ്മൾ തയ്യാറല്ല. എന്നാൽ മണിക്കൂറുകൾ യജമാനിൻ്റെ മുന്നിൽ ശമ്പളം കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം നമ്മൾ നിലകൊള്ളും, താഴ്മ കാണിക്കും, അയാളെ സല്യൂട്ട് ചെയ്യും, അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. യജമാനായ പടച്ചിറപ്പിൻ്റെ മുന്നിൽ പരിപൂർണമായ നമ്രശരസ്കണം ഇന്നുണ്ടാകുന്നില്ല, പൂർണ്ണമായ വണക്കമില്ല. തല വെച്ച് നെറ്റിത്തടം വെച്ച് പടച്ചിറപ്പിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ തയ്യാറല്ല. ഒരടിമ ഏറ്റവും കൂടുതൽ അല്ലാഹുമായിട്ടെടുക്കൽ സുജൂദിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമുക്കതുണ്ടോ എന്ന് ചിന്തിക്ക്. നിങ്ങൾ അതിൽ ദുആ അധികരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിന്ന് വലിയ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൂടെയും നടന്നു പോവുകയാണ്. മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഉമ്മത്താണ്. ഈ തലമുറകൾ തന്നെ എത്രയോ ഭീതിതമാകുന്ന അന്തരീക്ഷത്തിലൂടെ പോകുകയാണ്. ഈ രാജ്യത്ത് സമാധാനം ലഭിക്കാൻ, ശാന്തി ലഭിക്കാൻ മുസ്ലിമേ നിന്റെ ദുആ അനിവാര്യമാണ്. ഫഅക്സിറൂ ഫീഹ ദുആ, സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കണേ. അല്ലാഹുവുമായി ഏറ്റവും അടുക്കുന്ന സമയമാണ് ണെന്ന് നബിയോനാ റസൂലുള്ളാഹി. അറബിയിൽ നമുക്കറിയാവുന്നതൊക്കെ ചോദിക്കാം. അറബി അറിയില്ലേ? മറ്റു ഭാഷ പറ്റില്ല, അതുകൊണ്ട് മലയാളം നോ പറ്റൂല, മറ്റേതെങ്കിലും ഭാഷ ഹിന്ദി പറ്റൂല. പിന്നെന്താ പറ്റുക? പിന്നെ മനസ്സുകൊണ്ട് സംസാരിക്കാം. നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല പരിപാടിയാണ്. മനസ്സുകൊണ്ട് പറയാം. സുജൂദിൽ അങ്ങനെ കടന്നിട്ട് വാ കൊണ്ടൊരൊറ്റ അക്ഷരം പോലും എന്ത് ചെയ്യരുത്, ഉച്ചാരണം ഉണ്ടാവരുത്. മറ്റൊരു വാക്ക്
മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാം, നമ്മുടെ വിഷമങ്ങൾ മുഴുവൻ പറയാം. സുജൂദിൽ അങ്ങനെ കടന്നിട്ട് കച്ചവടത്തിൻ്റെ കാര്യം, ബിസിനസ്സിൻ്റെ കാര്യം, ശത്രുക്കളുടെ കാര്യം, അസൂയാലുക്കളുടെ കാര്യം, നമുക്കെതിരെ കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ, നമ്മളെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ കാര്യം, മക്കളുടെ കാര്യം ഒക്കെ മനസ്സുകൊണ്ട് റബ്ബിനോട് പറയാം. അള്ളാഹയോട് പറയാനല്ലേ സഹോദരങ്ങളെ ഈ നിസ്കാരം. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. സുന്നത്ത് നമസ്കാരം വേണമെന്ന് പറയുന്നത് അതാണ്. സുന്നത്ത് വേണം. നമ്മുടെ വീടുകളൊക്കെ ഇന്ന് ഖബറുകളാണ്. ഖുർആനോദലില്ല, ദിക്റില്ല, ഔറാദില്ല, നിസ്കാരങ്ങളില്ല. പുരുഷന്മാര് സുന്നത്ത് നമസ്കരിക്കണം. വീടുകളിൽ സുന്നത്ത് നമസ്കരിക്കണം. തഹജ്ജുദ് പതിവാക്കണം. വീട്ടിൽ ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ വീട്ടിൽ നമസ്കരിക്കണം. ളുഹാന്ന് 2 റക്അത്ത് സുന്നത്ത്. രാവിലെ കട തുറക്കാൻ പോവാൻ രാവിലെ തന്നെ ഒളു എടുത്തിട്ട് 2 റക്അത്ത് ളുഹയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. 2 റക്അത്ത് ളുഹ നിസ്കരിക്ക്. വീട് ബർക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ, ഖബറുകളാക്കരുതേ. നിങ്ങളുടെ വീടുകൾ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് മനോഹരമാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. വീട്ടിൽ സുന്നത്ത് നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ്. പരിശുദ്ധമായ ദിക്റും ഔറാദും വീട്ടിൽ ചൊല്ലൽ നിർബന്ധമാണ്. ഖബർ പോലെ മൂകമാകുന്ന ശാന്തമായ അന്തരീക്ഷം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവരുതേ. നിങ്ങളുടെ വീടുകൾ ജീവസുറ്റതാവണേ അല്ലാഹുവിന്റെ സ്മരണയിലൂടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വീടുകളിൽ എപ്പോഴും നല്ല അന്തരീക്ഷം ഖുർആനോത്ത് കൊണ്ട് മുഖരിതമാകണം. നമ്മുടെയൊക്കെ വീട് എന്താ, നല്ല DJ പാട്ടിട്ടിട്ട് നല്ല മുഖരിതമായിരിക്കുക. എപ്പോഴും സിനിമാ പാട്ടാണ്, നല്ല റാഹത്തായിട്ട് കേൾക്കുക. പണ്ടൊക്കെ നല്ല റേഡിയോയിലെങ്കിലും 7 മണിക്ക് ആകാശവാണി എന്നുള്ള സംഭവങ്ങളും അൽകഹഫ് സൂറത്തൊക്കെ കേട്ടിരുന്ന കൗമാണ്. ഇന്നിപ്പോൾ ഖുർആനോത്ത് എന്ന് പറഞ്ഞ പരിപാടി വെള്ളിയാഴ്ച ദിവസം രാവിലെ 7 മണിക്ക് ഇല്ലായിരുന്നോ? ഇപ്പം എവിടെ? ഇപ്പം അങ്ങനത്തെ സംഭവം പോലും ഇല്ല. ഇത് ഡെയിലി കേൾക്കാൻ പറ്റുന്ന കൗമാണ്. മൊബൈൽ ഫോണിലൂടെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അല്ലാഹു എത്തിച്ചു തന്നു. ഇന്റർനെറ്റ് സൗകര്യമുണ്ട്. മൊബൈൽ ഫോണിലൂടെ നല്ല റാഹത്തായ ഖാരിഈങ്ങളുടെ നല്ല മനോഹരമായ സുബ്ഹ് കേൾക്കാൻ പറ്റും. കേൾക്കുന്നില്ല, ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, വകാനൽ മുസ്ലിമൂന ഇൻകബ്ബു അലൽ മസാഹിഫ്. മുൻകഴിഞ്ഞു പോയതാകുന്ന സ്വഹാബത്തിന്റെ ശൈലി പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ശഅബാൻ മാസത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ മേൽ മുഖം കുത്തി വീഴുന്നവരായിരുന്നു. അയ്യഖറഊനൽ ഖുർആന മറാത്തിൻ ബഅദ മറാത്ത്. ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്തിരുന്നു മുൻഗാമികൾ. ഇന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. ഖുർആനിനെ നമ്മൾ വലിച്ചെറിഞ്ഞു. ഖുർആന്റെ വാഹകരാണ്. ഖുർആൻ നമ്മളിലേക്കാണ് ഇറക്കപ്പെട്ടത്. ഖുർആൻ നമ്മുടെ കാറ്റലോഗാണ്, നമ്മുടെ വഴികാട്ടിയാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ മാസത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട വിശ്വാസികളായ പൂന്തറ നിവാസികൾ, നമ്മളിൽ എത്ര പേർ ഖുർആനുമായിട്ടുള്ള ബന്ധമുണ്ട്? കഴിഞ്ഞ റമദാനിൽ 27-നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ ഒറ്റ രാവുകളിലുമൊക്കെ ഖുർആൻ എടുത്തതല്ലാതെ ഖുർആൻ പിന്നെ നമ്മൾ കൈകൊണ്ട് തൊടാത്ത എത്രയോ ചെറുപ്പക്കാരുണ്ട്. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പിന്നെ എങ്ങനെ റമദാൻ പരിപൂർണമാകും സഹോദരങ്ങളെ? വെറുതെ ഇങ്ങനെ കടന്നു വന്നിട്ട് കേവലം നോമ്പ് പിടിച്ചിട്ട് പകൽ നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പ് പിടിക്കുന്ന സമയം അത്രയും സിനിമയും കണ്ട് സീരിയലും കണ്ട് റീൽസും കണ്ട് മൊബൈൽ ഫോണിലൂടെ കാണുന്നതാകുന്ന യൂട്യൂബ് ചാനലുകൾ മുഴുവനും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ചാനലുകളും കണ്ടു തീർത്തിട്ട് കേവലം ഉദരം കൊണ്ടുള്ള നോമ്പ് നീ പിടിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഇന്നത്തെ നോമ്പൊക്കെ അതാണ്. ഇന്ന് പകല് മുഴുവൻ നോമ്പ. എത്ര ദിവസം വേണമെങ്കിൽ നോമ്പ് പിടിക്കാൻ റെഡിയാന്ന് പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? 2GB നെറ്റും കൊടുക്കണം, പിന്നെ റൂമും കൊടുക്കണം. റാഹത്തായിട്ട് ആരും വരെ AC റൂമും കൊടുത്താൽ സുഖമായിട്ട് മക്കൾ അതിനകത്തിരിക്കും. ആ നെറ്റ് മുഴുവൻ തീർത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരും. നെറ്റ് തീരുന്ന ബഫറിങ് തുടങ്ങുമ്പോൾ മകൻ തല വെളിയിലോട്ടിടും. അപ്പോഴാണ് മകളെയും മകനെയും ഉമ്മ കാണുന്നത്. അതുവരെ അതിനകത്തിരിക്കും. എത്ര നേരം വേണമെങ്കിലും മൊബൈൽ ഫോണുമായിട്ടിരിക്കും. ഏത് നോമ്പും വിഷയമല്ല. ഇങ്ങനെ ഉദരം കൊണ്ടുള്ള നോമ്പ് പിടിക്കൽ അള്ളാഹുവിന് വേണ്ട. മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറയിലെ നോമ്പതാണ്. എല്ലാ സിനിമ ഇരുന്ന് കാണുകയാണ്, ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ സിനിമയും കാണുകയാണ്. OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന ഏതെല്ലാം സിനിമകളുണ്ടോ ഒക്കെ ഇരുന്ന് ഹയാത്താക്കാണ്, ഒക്കെ ഇരുന്ന് കാണുകയാണ്. എന്നിട്ട് നോമ്പെന്ന് പേരും. ഉച്ചയ്ക്ക് ഇറങ്ങും, പിന്നെ അസറിന് വീണ്ടും കയറും, മഗ്‌രിബാകുമ്പോൾ വീണ്ടും പള്ളിയിലേക്ക് വരും. നോമ്പൊക്കെ തുറന്ന് നല്ല വിഭവസമൃദ്ധമായിട്ട് കഴിക്കും. പള്ളിയിലേക്ക് പിന്നെ പോകുന്നത് എപ്പോഴാണ്? തറാവീഹിൻ്റെ എവിടെയെങ്കിലും അലന്തറ മുതൽ താഴോട്ട് നല്ല സ്പീഡിൽ പോകുന്ന ഖത്തീബുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുക. സ്കൂട്ടർ എടുത്തുകൊണ്ട് ഒരു ട്രെൻഡാണ്. ചെറുപ്പക്കാരൊക്കെ പറക്കുക, പിന്നെ അങ്ങോട്ട് പോവുക. ഇതൊക്കെ ഒരു ട്രെൻഡാണ്.
ആ ഏരിയയിൽ നല്ല ജ്യൂസ് കടയുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയേക്കാണ്. അവിടെ പോയി ജ്യൂസും കുടിച്ച് പിന്നെ അവിടുന്ന് എവിടെയെങ്കിലും ഇടയത്താഴത്തിൻ്റെ കടയുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ നല്ല നെയ്ച്ചോറും ബീഫൊക്കെ അടിച്ച് സെറ്റായിട്ട് തിരിച്ചു വരിക. തറാവീഹ് എത്ര നിസ്കരിച്ച്? ആകെ 10 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ്. തറാവീഹ് അവിടെ ഇവിടുന്ന് കിട്ടി. ചിലപ്പോൾ 5 റക്അത്തായി, ചിലപ്പോൾ 3 റക്അത്തായി. എങ്ങനെയെങ്കിലൊക്കെ കാട്ടിക്കൂട്ടാൻ. ഈ സഞ്ചാരത്തിൻ്റെ പേരല്ല റമദാൻ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുക, സ്കൂട്ടർ എടുത്ത് കുറച്ചു നേരം പെട്രോൾ അടിച്ച് അങ്ങോട്ട് കറങ്ങുക ഇങ്ങോട്ട് ഇറങ്ങുക. ഇതിൻ്റെ പേര് റമദാൻ എന്നല്ല. ഇതെല്ലാം റമദാൻ കിട്ടാൻ വേണ്ടി ഉപയുക്തമാകുന്നത്. ഇതൊക്കെ കാട്ടിക്കൂട്ടലാണ്. ഇത് നിങ്ങളുടേതാകുന്ന വയറ് നിറയ്ക്കാനുള്ള പരിപാടിയും വയറ് സംബന്ധമായിട്ടുള്ളതാകുന്ന അസുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പകലും അല്പസമയം ഒന്ന് അന്നപാനങ്ങൾ ഉപേക്ഷിച്ച് നിലകൊള്ളലും ശരീരത്തെ ഒന്ന് മെരുക്കിയെടുക്കണമെന്നുള്ള ചിന്തയിലും നിങ്ങൾ പിടിച്ച നോമ്പാണ്. ഇതൊന്നും ആത്മീയമായ വളർച്ചയ്ക്ക് നിദാനമാകുന്ന നോമ്പല്ല. നോമ്പ് എങ്ങനെയാവണം? നിങ്ങളുടെ നിസ്കാരങ്ങൾ തന്നെ ചിട്ടവെച്ച് ഹറാമായ തലത്തിലേക്ക് കണ്ണുകൾ കൊണ്ട് ഒന്നും കാണാതെ, കൈകൾ കൊണ്ട് ഒന്നും പിടിക്കാതെ, കാലുകൾ കൊണ്ട് ഹറാമായതിലേക്ക് നടക്കാതെ, ഹൃദയം കൊണ്ട് ഹറാമായത് ചിന്തിക്കാതെ, ശരീരത്തിന് ആസകലം പരിപൂർണമായി നിങ്ങൾ നോമ്പ് നോൽക്കണം. അപ്പോഴാണ് നോമ്പ് അർത്ഥവത്താവുക. സൗമുൽ ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പ് അതാണ് എന്ന് ഇമാമികൾ പഠിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളിപ്പോൾ ചെയ്യുന്നത് സൗമുൽ ഉമൂമാണ്, സാധാരണക്കാരുടെ നോമ്പാ. അതേതാ സൗമുൽ ഉമൂം എന്ന് പറഞ്ഞാൽ? സാധാരണക്കാരുടെ നോമ്പെന്ന് പറഞ്ഞാൽ വെറുതെ വയറുകൊണ്ട് നോമ്പ് പിടിക്കുക, കണ്ണിന് നോമ്പില്ല, കൈക്ക് നോമ്പില്ല, ഇതൊക്കെ ഹറാമായത് കാണുകയാണ്. من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. അള്ളാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്, ഹറാമായ തലത്തിലേക്ക് കണ്ണിനെ, കാതിനെ, ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോകുകയും കേവലം ഉദരം കൊണ്ട് മാത്രം നോമ്പ് നോൽക്കുകയും ചെയ്യുന്നവരെ ഫലൈസ ലില്ലാഹി ഹാജ, അത്തരക്കാരുടെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല, അവരുടെ നോമ്പായി അള്ളാഹു പരിഗണിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ കടന്നു വരുകയാണ്. നമസ്കാരങ്ങളെ ചിട്ടവെക്കണേ. ഒരൊറ്റ തഹജ്ജുദ് പോലും മുടക്കല്ലേ. സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. തഹജ്ജുദ് നിങ്ങൾ പതിവാക്കണേ. ജനങ്ങൾ മുഴുവനും ഉറക്കിലായിരിക്കെ ഈ നമസ്കാരത്തെ ഗൗനിക്കുന്നവരുണ്ടോ സ്വർഗത്തിലേക്ക് കടക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ അല്ലാഹു ദർബാറിലെത്തുമ്പോ, പടച്ചറബിന്റെ ഹളറത്തിലെത്തുമ്പോ ഈ വിഭാഗം ആളുകളെ അല്ലാഹു പ്രത്യേകം പരിഗണിക്കുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാദ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകാവസാനത്തിന്റെ വിളിയാളം ഉറപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിന്റെ 3ാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ജനങ്ങൾ മുഴുവനും ഖബർ പിളർന്നുകൊണ്ട് ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. അന്നിതാ ഖബർ പിളർന്നു വരുമ്പോ അതാ ഖബറിൽ കിടക്കുന്ന ആളുകൾ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഖാലൂ യാ വൈലനാ യാ വൈലനാ മൻ ബഅസനാ
മിമ്മറഖദിനാ. ആരാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? മനോഹരമാകുന്ന നിദ്രയിലായിരുന്നല്ലോ, ഈ ഖബറിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണ്? അപ്പോഴാണ് മലക്കുകൾ മുഖേന അല്ലാഹു മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ആദരവായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയ മുർസലീങ്ങളും ഈ ലോകത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തുമ്പോൾ ഈ അവസ്ഥയെക്കുറിച്ച് അവരെല്ലാവരും പറഞ്ഞതാണ്. ഈ ലോകത്ത് സംഭവിക്കുന്നതായ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ലോകാവസാനത്തിന്റെ വിളിയാളത്തെക്കുറിച്ച് അവരെല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയതാണ്. പ്രതിഫലത്തിന്റെ ദിവസമാണിത്. നന്മ തിന്മകൾ തുലാസിൽ കൊണ്ടുവന്ന് ഭാരമിട്ടുകൊണ്ട് ഏതാണോ ഭാരം കൂടുന്നത് അതിലേക്ക് അവരെ പറഞ്ഞേക്കുന്ന ദിനമാണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു അവൻ നിശ്ചയിച്ചതായ ദിവസമാണ്. ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ കളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയവരെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചവരെ, കള്ളു കുടിച്ചതായ ആളുകളെ, വ്യഭിചരിച്ചതായ ആളുകളെ, സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരെ, പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് പോലും പാപങ്ങളെ പൊറുപ്പിച്ചെടുക്കാതെ ജീവിതത്തെ ഹോമിച്ചതായ മുസ്ലിമേ, നിനക്കിതാ പ്രതിഫലം നൽകുന്ന ദിനമാണ്. പള്ളിയിൽ കയറി കൃത്യമായി അവ്വൽ വഖത്തിൽ നമസ്കരിച്ചിട്ടുള്ളതായ ചെറുപ്പക്കാരാ സഹോദര, ഒരു വഖത്ത് പോലും മുടക്കാതെ കൃത്യമായി നമസ്കരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മ, നിനക്കിതാ പ്രതിഫലം നൽകുന്ന ദിനമാണ്. കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ. ഒരൊറ്റ അട്ടഹാസമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുന്നതായ ആ ഒരൊറ്റ അട്ടഹാസത്തിലൂടെ ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. എല്ലാവരും ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിന്റെ മുന്നിലേക്ക് സർവരും നമ്രശിരസ്കരനായി കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിൽ തന്നെ അല്ലാഹു പറയുകയാണ്, നബിയേ വതറാ കുല്ലു ഉമ്മത്തിൻ ജാസിയാ. എല്ലാ സമുദായവും മുട്ടിൽ കെട്ടിക്കൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ വരുന്ന രംഗമാണ്. നബിയെ തങ്ങൾക്കെന്ന് കാണാൻ സാധിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. യൗമ യഖൂമുർ റൂഹ് വൽ മലായികതു സഫാ ലാ يتكلمون إلا من أذن له الرحمن. അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് ലോകത്തുള്ളതാകുന്ന സർവ്വ മലായികത്തുകളും കടന്നു വരികയാ. എത്രയാണ് അവരുടെ എണ്ണം ആർക്കും അറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അല്ലാഹുവിന്റെ പടയാളികളെ, അല്ലാഹുവിന്റെ സൈന്യവ്യൂഹത്തിന്റെ എണ്ണം അവനല്ലാതെ ഒരാൾക്കും അറിയില്ല. അത്രയേറെ വിശാലമായ പ്രവിശാലമായ സൈന്യവ്യൂഹം ഇതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. അവർ സഫായി അണിനിരക്കുകയാണ്. ഈ ലോകത്തുള്ള സൃഷ്ടിജാലങ്ങൾ, കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നതുമായ എല്ലാ മനുഷ്യ മക്കളും അള്ളാന്റെ മുന്നിൽ സന്നിഹിതരാ. അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വഹാബത്തുണ്ട്. എല്ലാ സമുദായക്കാരും അതത് സമുദായക്കാരുടെ നേതൃത്വമായി പ്രവാചകന്മാരുടെ കീഴിൽ മഹ്ശറയിലേക്ക് മാർച്ച് ചെയ്യുന്ന രംഗമാ. എല്ലാ
എല്ലാവരും മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോ അല്ലാഹു ഇതാ മലക്കിനോട് പറയുകയാ, വിളിക്കടാ വിളിക്കടാ. ഫയുനാദാ മുനാദിൻ, മലക്കിതാ വിളിച്ചു ചോദിക്കുകയാണ്, ലോകത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള മഹ്ശറിലേക്ക് വന്നിട്ടുള്ളതായ എല്ലാ വിശ്വാസികൾക്കും, എല്ലാ അവിശ്വാസികൾക്കും, എല്ലാ നിരീശ്വരവാദികൾക്കും, എല്ലാ യുക്തിവാദികൾക്കും, ഇന്നുള്ള ലിബറസത്തിന്റെ വക്താക്കളും, ഈ ലോകത്ത് പടച്ച റബ്ബിനെ അനുസരിക്കാതെ അഴിഞ്ഞാടി ജീവിച്ചതായ ആളുകളടക്കം എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുന്ന മഹ്ശറയിൽ ആ മലക്ക് വിളിച്ചു ചോദിക്കുകയാണ്, ഐനല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടും റബ്ബിനെ ഭയന്നുകൊണ്ടും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കുറഞ്ഞ കാലഘട്ട ജീവിതമായിട്ട് പോലും 5 വഖ്ത് നമസ്കാരങ്ങൾ മുറവെച്ചുകൊണ്ട് കൃത്യമായി നമസ്കരിച്ചവരില്ലയോ? മുടങ്ങാതെ രാത്രിയിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ തഹജ്ജുദ് പതിവാക്കിയിട്ടുള്ള പൂന്തറ നിവാസികളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കടന്നു വരുക കടന്നു വരുക. അവരെ